നമസ്കാരം, ഞാൻ സുമേഷ് തങ്കളം. നമുക്ക് നമ്മുടെ രാജ്യത്തിന് രക്ഷപ്പെടുത്തിയേ മതിയാവുള്ളൂ. അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ള അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ വീഡിയോ ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ശ്രദ്ധിച്ചറിയാം, നമ്മുടെ രാജ്യം പോകുന്നത് വളരെ റൈറ്റ് ട്രാക്കിലാണ്. ഒരുപാട് കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി വന്നിട്ട് പഴയ കാലം പോലെയല്ല. ഫുഡ് സ്കേഴ്സിറ്റി, അത്തരത്തിലുള്ള കുറേ സ്കേഴ്സിറ്റികളൊക്കെ നമ്മൾ മാറി. പക്ഷേ ഇനിയും നമ്മുടെ ലൈഫ് ഒരുപാട് മുന്നോട്ട് പോകാണ്ടില്ലേ? അതായത് ഒരു കാര്യം ഉറപ്പിക്കുക, എന്ന് നമുക്ക് ഫ്ലൈറ്റ്സ്, എയറോഡ്രംസ് ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ ഉള്ള പോലെ ആണോ ഇനി ഉണ്ടാവുക? കുറച്ച് കഴിഞ്ഞ് ഉറപ്പിക്കുക, വളരെ ചുരുക്കം സമയത്തിനുള്ളിൽ നമുക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇവിടെയൊക്കെ ഈ ഓട്ടോവും കാറും ഇതൊക്കെ ഇങ്ങനെ റോഡിൽ കൂടെ പോകേണ്ടി വരുന്നത്? ടയറൊക്കെ ഇങ്ങനെ റോഡിൽ കൂടെ കുരഞ്ഞ് ബ്രേക്കൊക്കെ ചവിട്ടി ഒരേ ലെയറിൽ കൂടെ ഇങ്ങനെ എർത്തിന് കൂടെ പോകുന്നത്? ഇതിൻ്റെ കാര്യമേ ഇല്ല. എല്ലാ റോബോട്ടിക്സും അല്ലെങ്കിൽ ഡ്രോൺസും ഓട്ടോ ഒക്കെ പറക്കുന്ന രീതിയിലുള്ള, ദാറ്റ് മീൻസ് ഹെലികോപ്റ്റേഴ്സ് അത്രയും ഫ്രണ്ട്ലി ആണ്. ബിക്കോസ് എയർ ടാക്സി പോലുള്ള കാര്യങ്ങൾ ലോകത്ത് പരീക്ഷിച്ച് തുടങ്ങി. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ത്യയിൽ ഉണ്ടാക്കിയൂടെ? ബിക്കോസ് ഇന്ത്യയിൽ അത്രയും കോസ്റ്റ് എഫക്റ്റീവായിട്ട് ലേബർ ഒന്നും അതൊരു ഗ്രൗണ്ട് റിയാലിറ്റിയാണ്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് എഞ്ചിനീയേഴ്സോ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്കുണ്ട്. അപ്പോൾ നമ്മൾക്ക് അത്തരത്തിൽ ഒന്നും വേണ്ട. രണ്ട് കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുക. ഇന്ത്യ ധൈര്യപൂർവ്വം ഇറങ്ങിയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ സക്സസ്ഫുള്ളായത് ഞാനിവിടെ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നും വേണ്ട. ഒന്ന്, ഇൻ്റർനെറ്റ്. ഇന്ത്യയുടെ അത്ര ഇൻ്റർനെറ്റ് ചീപ്പായിട്ടുള്ള രാജ്യം നിങ്ങൾ ആരെങ്കിലും എവിടെയും കണ്ടെത്തുക? ഇത് പോസിബിൾ ആക്കിയില്ലേ ഇന്ത്യ? അതിനുള്ള ഗട്ട്സ് ഉണ്ടായില്ലേ? ഒപ്പം GPay പോലുള്ള ഒരു പേയ്മെൻറ്റ് ഓൺലൈൻ സിസ്റ്റം ഉണ്ടോ വേറെ എവിടെയും ലോകത്ത്? നിങ്ങളുടെ ഈ കേൾക്കുന്ന പ്രേക്ഷകർ പലരും പല രാജ്യത്തും ബന്ധമുള്ള ആൾക്കാരല്ല. ഉണ്ടോ അതുപോലുള്ള സിസ്റ്റം? GPay പോലുള്ള സിസ്റ്റം അല്ലെങ്കിൽ UPI സിസ്റ്റം ഉണ്ടോ? UPI സിസ്റ്റം ആര് ചെയ്താ? അത് ഇന്ത്യൻ ഇൻഫ്രാസ്ട്രക്ചറാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് ബേസിക്കലി ഏറ്റവും ആളുകൾക്ക് വേണ്ട, ഏറ്റവും ഇനി വളരേണ്ട, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ കയ്യിൽ ഉണ്ടാക്കി കഴിഞ്ഞു. മൈക്രോ സെക്കൻഡിനകത്ത് ഏറ്റവും ചീപ്പായിട്ട് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ അതേപോലെ കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള ലൈൻസ് വരില്ലേ? ഉറപ്പാണ് വരും. അടുത്ത തലമുറ കൊണ്ടുവരും. ബുള്ളറ്റ് ട്രെയിൻസ് വരില്ലേ? ഹൈ സ്പീഡ് ട്രെയിൻസ് എല്ലാം ഇന്ത്യയിൽ വലിയ സാധ്യതകളും വലിയ ഓപ്പർച്യൂണിറ്റി, വലിയ സ്പേസും. 140 കോടി ജനമാണ്. ഇത്രയും ഓപ്പർച്യൂണിറ്റി ഉള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് മെഡിക്കലിൽ ഇതൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ അടുത്ത തലമുറയിലെ കുട്ടികളെ ഇതിന് ചെയ്യേണ്ടത്, വാച്ച് തിരിയുമ്പോൾ ശമ്പളം വാങ്ങിക്കുന്നൊരു ഏർപ്പാടില്ലേ? ആ ഏർപ്പാട് കുറച്ച് സമയം വരും. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ മറ്റേ ഓട്ടോ ഒക്കെ മാറിയിട്ട് ഹെലികോപ്റ്റേഴ്സ് വരും പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കും വിശ്വാസം വരുന്നുണ്ടായിരിക്കും, സംഭവിക്കും. അതേപോലെ ഈ വാച്ച് തിരിയുമ്പോൾ ശമ്പളം വാങ്ങിക്കുന്ന സിസ്റ്റമില്ലേ, അത് കുറച്ച് കഴിഞ്ഞ് നിൽക്കണം. ദാറ്റ് ഈസ് സയൻസ്. പ്രൊഡക്ടിവിറ്റി ബേസ്ഡ് ആയിരിക്കണം പേ. ദാറ്റ് മീൻസ് ഒരാൾക്ക്, ഒരു വർക്കർ, സാധാരണ ഒരു പണിക്കാരൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഒരു പെയിൻറ്ററിൻ്റെ കാര്യം എടുക്കുകയാണ്, 100 സ്ക്വയർ ഫീറ്റ് പെയിൻറ്റ് ചെയ്യുന്ന ആൾക്കും 80 സ്ക്വയർ ഫീറ്റ് പെയിൻറ്റ് ചെയ്യുന്ന ആൾക്കും 150 സ്ക്വയർ ഫീറ്റ് പെയിൻറ്റ് ചെയ്യുന്ന ആൾക്കും ഇന്ന് ഒരേ ശമ്പളമാണ് കൂലി കൊടുക്കുമ്പോൾ. അതാവരുതെന്ന്. 150 സ്ക്വയർ ഫീറ്റ് കൊടുക്കുന്ന ആൾക്ക്, പെയിൻറ്റ് ചെയ്യുന്ന ആൾക്ക് 150ൻ്റെ ശമ്പളവും 80 ചെയ്യുന്ന ആൾക്ക് 80ൻ്റെ ശമ്പളവും കിട്ടാൻ തുടങ്ങി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് 150ൻ്റെ ആൾ 200 പെയിൻറ്റ് ചെയ്യാനും ഈ 80ൻ്റെ ആൾ 100, 120 പെയിൻറ്റ് ചെയ്യാനും വരും. സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? നമ്മൾ വിചാരിക്കുന്നത് അവിടെ എന്തോ ചൂഷണം നടക്കുന്നത്. ഇത്തരത്തിലുള്ള ചിന്തയാണ് നമ്മളെ കൊടവാക്കിയത്. അവിടെ പ്രൊഡക്ടിവിറ്റി കൂടും, രാജ്യത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടുമ്പോൾ ചൈനയും മറ്റേ ജപ്പാനൊക്കെ വണ്ടി ചെയ്ത പോലെ വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ ജപ്പാനിൽ ബൊമ്മ ഉണ്ടാക്കാൻ തുടങ്ങിയത്ര ജീവിക്കാൻ വേണ്ടിയിട്ട് ടോയ്. നാളുകൾ അതിന് കളിയാക്കി, വൈ യു ആർ ഡൂയിങ് ദി സ്റ്റുപ്പിഡിറ്റി എന്നുണ്ട്. അവിടെ തുടങ്ങി വളരെ ചുരുക്കം 10-15 കൊല്ലം കൊണ്ട് ലോകത്തിൻ്റെ മുഴുവൻ അത്രയും വലിയ ഒരു GDP ആയി മാറി ജപ്പാൻ. ബിക്കോസ് എന്ത് ടെക്നോളജിക്കലായിട്ടുള്ള എന്ത് സാധനങ്ങൾ, എന്ത് ഇലക്ട്രോണിക്കൽ, അത്തരത്തിലുള്ള ഇലക്ട്രിക്കൽ എല്ലാ സാധനവും ജപ്പാൻ പ്രൊഡക്റ്റായി. അതേപോലെ തന്നെ ചൈന ആദ്യം ഉണ്ടാക്കുമ്പോൾ എന്തായിരുന്നു? ചീപ്പ് സാധനം. ചൈന അവരും നേരാവില്ല നേരത്തെ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വാട്ട് മേക്സ് എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കാനുള്ള കോമ്പിറ്റൻസി അവരെത്തി. അതേപോലെ തന്നെ ഇന്ത്യ സോഫ്റ്റ്വെയറിലും പല കാര്യത്തിലും ഇപ്പോൾ ഇന്ത്യ 5-10 കൊല്ലമായിട്ട് ഫോൺസ് അസംബിൾ ചെയ്യുന്ന അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. യെസ്, വി ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. ബട്ട് നമുക്ക് ഒന്നുകൂടി ലിവറേജ് ചെയ്തിട്ട് നമ്മുടെ രാജ്യത്തിനെ നമുക്ക് പക്ഷേ രക്ഷപ്പെടുത്താനുള്ള ഓപ്പർച്യൂണിറ്റി മുഴുവൻ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ കറണ്ട്, ഇനി ഹൈഡ്രജൻ എനർജി എടുക്കാൻ വരുന്നു. അത്തരത്തിലുള്ള ക്രൂഡൊന്ന് മാറുന്നു. കുറച്ച് കഴിയുമ്പോഴേക്ക് സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള, എനർജി സഫീഷ്യൻ്റ് ആയിട്ടുള്ള രാജ്യമാവാൻ അടുത്ത സംവിധാനം പോവുകയാണ്. കുറച്ച് കഴിയുമ്പോഴേക്ക് എനർജി ട്രാൻസ്മിഷൻ വയർലെസ് ആവും. അത് വയർലെസ് ആയി കഴിഞ്ഞാൽ അടുത്ത റെവല്യൂഷൻ വരാൻ പോകും. ഡിജിറ്റൽ പോലെ അടുത്ത റെവല്യൂഷൻ ആയിരിക്കും എനർജി ട്രാൻസ്മിഷൻ വയർലെസ് ആവുന്ന കാലഘട്ടം. അപ്പോൾ അത്തരത്തിലുള്ള എന്ത് കാര്യവും ചെയ്തെടുക്കാനുള്ള റിസർച്ച് നടത്താൻ പറ്റുന്ന സ്ഥലമാണ് നമ്മുടെ. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് നടത്തിയെടുക്കാം. നമ്മുടെ രാജ്യം രക്ഷപ്പെടുത്താൻ നമുക്ക് മാത്രമേ കഴിയുള്ളൂ. വളരെ നമ്മളതിൽ അണ്ണാരെ കണ്ട് തന്നാലായ പോലെ നമ്മളെല്ലാവരും പാർട്ട്നേഴ്സായിട്ട് അതിലേക്ക് ഇറങ്ങുക. ഒരു മടിയും കൂടാതെ ഓൺട്രപ്രണർഷിപ്പെന്നും ഇൻ്റർപ്രണർഷിപ്പിലും വരിക. ഈ സമയം ആകുമ്പോൾ PSC എഴുതുക, ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുക, എന്നിട്ട് വാച്ച് തിരിയുമ്പോൾ ശമ്പളം വാങ്ങിക്കുക, പ്രൊഡക്ടിവിറ്റി നടന്നാൽ ആ കാലം കഴിഞ്ഞു. ഇനി അതിന് വേണ്ടി നിൽക്കുന്ന ആളുകൾ അവകാശ സമരങ്ങളും അവകാശത്തിന് വേണ്ടി പോരാടുന്നതിന്, ബിക്കോസ് അത് കഴിഞ്ഞു. അവകാശമൊക്കെ, ബേസിക് അവകാശമൊക്കെ നമുക്ക് മെജോറിറ്റി ആളുകൾ കിട്ടി. ഇനി അവകാശങ്ങൾ ലിമിറ്റഡാണ്, അവസരങ്ങൾ ലിമിറ്റഡ് അല്ല. അവകാശങ്ങൾ ഏതെന്ന് പറയുന്നത് നമ്മളൊരു ഗ്ലാസ് വെള്ളം ഒരാൾ കൊടുക്കുന്ന പോലെയാണ് അവകാശം, അത്രേ കിട്ടുള്ളൂ. അവസരം എന്ന് പറയുന്നത് അയാൾക്ക് എവിടെ വെള്ളം കിട്ടുകയെന്ന് അറിഞ്ഞാൽ അവിടെ കയറ് കുത്താനായിട്ട് പഠിപ്പിച്ചു കൊടുത്താൽ അവസരങ്ങളിങ്ങനെ
ഇങ്ങനെ പ്ലെൻറ്റ് എത്ര എടുത്താലും തീരാത്ത അവസരങ്ങളുള്ള സമുദ്രം പോലെ ആഴമുള്ളതും സ്പേസ് പോലെ അനന്തമായിട്ടുള്ളതുമായിട്ടുള്ള അവസരങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക എല്ലാവരും അതിനനുസരിച്ച്. സ്റ്റേ ട്യൂൺഡ്. ഇതുപോലുള്ള ചേഞ്ചസും പറ്റാവുന്ന വീഡിയോസൊക്കെ ആയിട്ട് ഈ ചാനൽ ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. സുമാർ 10% സേവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡ്രീം ഹോം ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും പറഞ്ഞാലേ അതങ്ങോട്ട് വിശ്വാസം വരുന്നില്ല അല്ലേ? അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും alibaba.com ഉള്ള പോലെ നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വലിയ കളക്റ്റീവ് വോളിയം ഉള്ളതിനാൽ കൺസൾട്ടൻസും വർക്ക് കോൺട്രാക്ടേഴ്സും സപ്ലയേഴ്സും ഒക്കെ 5% മുതൽ 50% വരെയും അതിൽ കൂടുതലും ഒക്കെ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യലുണ്ട്. ആ ഡിസ്കൗണ്ട് നേരിട്ട് നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് തരികയും ടോട്ടൽ പ്രോജക്റ്റ് ഹൗസിംഗ് ലോൺ മുതൽ ഫിനിഷിംഗ് വരെ ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയും സൂപ്പർ എഫിഷ്യൻ്റ് ആയും ഞങ്ങളുടെ ടീം മാനേജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വപ്ന വീട് ക്വാളിറ്റിയോട് കൂടിയിട്ട് 10% സേവ് ചെയ്തുകൊണ്ട് ഐതർ നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിലോ അല്ലെങ്കിൽ സിറ്റി ബിൽഡേഴ്സ് ആപ്പിൻ്റെ അകത്ത് കൂടെ പ്ലോട്ടുകൾ വാങ്ങിയിട്ടോ അവിടെ നിർമ്മിക്കാം. ദാറ്റ്സ് ഓൾ. ഒരു സമയത്തോടെ എനിക്കൊന്ന് ഹീറ്റായിട്ട് സംസാരിക്കേണ്ടതായിട്ടൊന്നും വന്നിട്ടേ ഇല്ല. നമുക്ക് എന്താണ് വേണ്ടതെന്ന് അവർ മുൻകൂട്ടി തന്നെ നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ബിൽഡേഴ്സ് ചെയ്യുമ്പോൾ ഒത്തിരി കുറഞ്ഞിട്ടാണ്, ബഡ്ജറ്റ് ആണെങ്കിലും എല്ലാം കുറഞ്ഞിട്ടാണ് വരുന്നത്. അത് നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ഇപ്പം നിങ്ങളുടെ സിറ്റി ആപ്പിൽ 10% കുറവാണല്ലോ വരുന്നത് എല്ലാത്തിലും. അത് ഒത്തിരി നമുക്ക് എഫക്റ്റീവായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ടായിരിക്കും ചിലപ്പം ഈ ബഡ്ജറ്റിൽ എത്തുന്നത്. ഡിസൈൻ നന്നായിരുന്നു, വർക്കും കുഴപ്പമില്ലായിരുന്നു. പ്രോപ്പറായിട്ട് തന്നെ ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ ഇവിടെ വന്നത് തന്നെ, കാസർഗോഡ് വന്നത് തന്നെ. അതുപോലെ ആദ്യം വീട് കയറ്റുമ്പോൾ നല്ല ടെൻഷൻ കാര്യങ്ങൾ, നമ്മൾ പറഞ്ഞത് അവിടെ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ നമ്മൾ ആദ്യം പോകണം. പിന്നെ അങ്ങനെയൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യം വേണ്ടി വന്നിട്ടില്ല. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്ക് അധികം വന്ന് നോക്കാറില്ല. ഹസ്ബൻഡ് തന്നെയാണ്. ഹസ്ബൻഡിൽ നിന്ന് ഒരു ടെൻഷനും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത്രയും ഫ്രണ്ട്ലി ആയിട്ട് വർക്ക് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. ഇനീഷ്യലി നമുക്ക് ഇവിടെ താമസിക്കാൻ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. അത് കംപ്ലീറ്റ് ചെയ്ത് വന്ന് ഈ ലാസ്റ്റ് ഒരു 15 ഡേയ്സിലാണ് നല്ലൊരു ഔട്ട്കം വന്നപ്പോൾ എന്തായാലും ഇവിടെ തന്നെ താമസിക്കാമെന്ന് പ്ലാൻ ചെയ്തു. നമ്മൾ മുംബൈയിൽ നിന്ന് ഒഴിവാക്കി പാലക്കാട് വരാൻ തീരുമാനിച്ചു. താങ്ക്സ് ടു ചാത്തൻകുളം. A fully super efficient digital system that helps clients to build their dream home by saving around 10%. CT Builders app, an innovation of Chathamkulam Group.